നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലുള്ള എരുമപ്പെട്ടിയിലെ ചെണ്ട നിർമ്മിക്കുന്ന രജി ചേട്ടന്റെ വീട്ടിലേക്കാണ്. ചേട്ടന്റെ പേരെന്താണ്? റജി. എത്ര കാലമായി ചേട്ടൻ ഈ ഒരു തൊഴിലിലേക്ക്? ഞാനിപ്പോ 32ാമത്തെ വർഷം. 32ാമത്തെ വർഷം. ഇത് ഇഷ്ടപ്പെട്ടിട്ട് തന്നെ ഈ തൊഴിലിലേക്ക് വന്നതാണ്? പണ്ടേ തൊട്ടിട്ട് പൂർവികര് ഇതേ ജോലി തന്നെയായിരുന്നു? അച്ഛനായിട്ടും അച്ചാച്ചനായിട്ടും അതാണ്. ഇതാണ് അച്ഛൻ, അത് അച്ചാച്ചൻ. അവരെ കാലം മുന്നേ ഉണ്ട് ഈ വർക്ക്. ഒരു 300 കൊല്ലത്തെ വർക്കുണ്ട് ഈ തൊഴിൽ. ഇത്തരം ഒരു തൊഴില് ചെയ്യുമ്പോ ആദ്യം നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്തായിരുന്നു? ഇപ്പൊ ഒരു 10 വർഷത്തിനുള്ളിലാണ് ഇപ്പോ വർക്ക് നല്ല വർക്കായിട്ട് വന്നിട്ടുള്ളൂ. ഈ സ്റ്റാർട്ടിങ് ശിങ്കാരിമളം സ്റ്റാർട്ട് ചെയ്തു. അത് പിന്നെ പണികളൊക്കെ ഡിമാൻഡ് ആയിരുന്നു. പിന്നെ ഏറ്റവും ബുദ്ധിമുട്ട് വന്നത് നമ്മൾ കൊറോണ സമയത്താണ്. പൂരങ്ങളൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ ഈ പണി ഇല്ലാതെ നമുക്ക് വേറെ പണി അറിയില്ല. അതൊരു ബുദ്ധിമുട്ട് വന്നിരുന്നു. ഉത്സവമുള്ള കാലം വരെ നമുക്ക് പണി ഉണ്ടാവും. ഒരു ചെണ്ട പൂർണ്ണ രൂപത്തിലേക്ക് എത്താൻ എത്ര സമയം എടുക്കും? ഒരു ചെണ്ട പൂർണ്ണ സമയം പറഞ്ഞാൽ ഇതിപ്പോ നമ്മൾ ഫസ്റ്റ് മാടി ഇത് ഉണക്കം കഴിഞ്ഞിട്ടാണ് അടുത്ത ലെയർ ഒട്ടിക്കുള്ളൂ. അപ്പോൾ ഒരു വട്ടത്തിന്റെ പണി കഴിയണമെങ്കിൽ 7 ദിവസം പിടിക്കും. അത് ചെണ്ടയിലേക്ക് എത്തണമെങ്കിൽ വീണ്ടും 7 ദിവസം, അപ്പോൾ 14 ദിവസം. അപ്പോൾ ഒരു വട്ടത്തിന്റെ ഉണക്കം പൂർണ്ണതയായി. എന്നിട്ട് നല്ല ചെണ്ട നമ്മൾ കുറ്റിമ കൊടുത്താൽ സൗണ്ട് വരുള്ളൂ. ഇപ്പോൾ ഇത് ഉണങ്ങാതെ കൊടുത്തു കഴിഞ്ഞാൽ ചെണ്ടയ്ക്ക് സൗണ്ട് ഉണ്ടാവില്ല. ഈ ലെതർ ഇപ്പൊ നനഞ്ഞിരിക്കുമ്പോ ടൈറ്റ് ആവില്ല. ഏത് മൃഗത്തിന്റെ തോലാണ് ഇതിന് ഉപയോഗിക്കാറ്? ചെണ്ടയ്ക്ക് നല്ലത് ഇപ്പോ കാളത്തോല്. അത് പ്രായമൊക്കെ ഉണ്ടോ? കാളയ്ക്ക് ഇന്ന പ്രായത്തിലുള്ള ഒരു 7 വയസ്സ്. ചെണ്ടയ്ക്ക് കൃത്യമായ ശബ്ദം കിട്ടാനായിട്ട് എന്താണ് ചെയ്യാറുള്ളത്? എന്താണ് അതിന് ശ്രദ്ധിക്കേണ്ടത്? എന്താണ് നമ്മള് ചെണ്ട കുറ്റികൾ നമ്മള് തടി ഉണ്ടാവും, ഒരു കുറ്റി എന്ന് പറയും. 8.25 9.25 ഓരോ അളവുകളാണ്. അപ്പോൾ ഓരോ ഈ ഇപ്പം ഇങ്ങനത്തെ ഒരു കനുണ്ട്. ഈ കനം പറഞ്ഞാൽ ഇതിപ്പോൾ 8.25 ഇതിപ്പോൾ ഈ 9 ഇട്ട് കഴിഞ്ഞാൽ ആ കനം കിട്ടില്ല, ആ ചെണ്ടയ്ക്ക് ആ സൗണ്ട് കിട്ടില്ല. അപ്പോൾ 9 ഒന്നും കൂടി പൊടി കനം കൂട്ടി കഴിഞ്ഞാൽ 9 കനായി. അപ്പോൾ നമ്മൾ കുറ്റി വക്കൊക്കെ ഉണ്ടോ, ചെണ്ട വക്ക് എന്ന് പറയും. അതിനനുസരിച്ചാണ് നമ്മൾ തോലൊക്കെ കനം കുറച്ച് സെറ്റാക്കുക. ഏറ്റവും നല്ലൊരു അനുഭവം ഈ ചെണ്ട ഉണ്ടാക്കുന്നതിൽ ഏറ്റവും നല്ലൊരു അനുഭവമായിട്ട് ചേട്ടന് പറയാനുള്ള ഒരു അനുഭവം? ചെണ്ട ഏറ്റവും നമ്മൾക്ക് ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കൊണ്ടുപോയിട്ട് അത് നന്നായി എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം വേറെ അല്ലേ. ഇതുവരെ അങ്ങനെ ഒരു നല്ല എനർജി എല്ലാവരും നല്ല അഭിപ്രായം പറയണം. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ഇൻട്രസ്റ്റ് തന്നെയുണ്ട്. പൂരക്കാലം ആവുമ്പോഴാണോ ഏറ്റവും കൂടുതൽ ചെണ്ട വിറ്റഴിക്കാറുള്ളത്? ചെണ്ടയ്ക്കെല്ലാം കൂടുതൽ ഓർഡർ വരിക. ഇതിന്റെ ഇങ്ങനെ വട്ടങ്ങളൊക്കെ കുറ്റി ഒറ്റ പ്രാവശ്യം വാങ്ങിയ മതിയല്ലോ. എന്നാലും ചെണ്ട പോകുന്നുണ്ട്, കുഴപ്പമില്ല. ഏറ്റവും കൂടുതൽ വട്ടങ്ങളൊക്കെ പോകുന്നു. വീട്ടുകാർ എങ്ങനെയാണ്? വീട്ടുകാർ നല്ല സപ്പോർട്ടാണോ ഈ ചെണ്ട നിർമ്മാണത്തില്? വീട്ടുകാർ നല്ല സപ്പോർട്ടാണ്. ഏത് സീസണിലാണ് കൂടുതലായിട്ടും ഈ ചെണ്ടകൾ വിറ്റഴിക്കാറുള്ളത്? ഏറ്റവും കൂടുതൽ മകരമാസം. മകരമാസം. ശരിക്കും ചെണ്ട 3-4 മാസം ചെണ്ട ഇത്. പിന്നെ ഈ 6 മാസം ഇപ്പൊ വന്നിച്ചാൽ മഴക്കാലമായി നമ്മള് വർക്ക് പറയാം. ഇതിപ്പോ ഓർഡർ ഇല്ല എന്ന് വെച്ചാൽ പണത് വെക്കാൻ മാത്രം. ഇനിയിപ്പോ ഓണം കഴിഞ്ഞാലാണ് അടുത്ത സീസൺ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പണ്ട് മുതൽക്ക് തന്നെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണോ ഇപ്പോൾ? അല്ല, വ്യത്യാസം. പണ്ട് കാലത്ത് വെച്ചാൽ ഒരു 20 വർഷം ബാക്കിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ആദ്യം മുളയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോ അത് മുളയ്ക്ക് കട്ടട്ട കാരണം വളയ്ക്കാൻ ബുദ്ധിമുട്ടായി. പിന്നെ ഈറമനയും ഇപ്പൊ ചെണ്ട പിടിക്കുന്ന മിഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതും പറ്റാതെ ഇപ്പൊ ഫൈബർ വളരെ പ്ലാസ്റ്റിക് പറഞ്ഞ മുളകുമ്പോ പിടിച്ചു നിൽക്കണം. പിന്നെ തൊലി കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് നേരിടാറുണ്ട്. തൊലി കിട്ടുമ്പോൾ നമുക്ക് ഡിസംബർ മാസത്തിലൊക്കെ നോയമ്പ് സമയത്തൊക്കെ നല്ല ബുദ്ധിമുട്ട്. മറ്റേ ഈ ക്രിസ്മസിന്റെ നോയമ്പ് വരുമ്പോൾ അറിവ് കമ്മിയാവും. പിന്നെ നമ്മ നല്ല പഴയ പോലെ നല്ല തോന്നുകൾ വരുന്നില്ല. പിന്നെ ചേട്ടന് മക്കളുണ്ടോ? 2 മക്കളുണ്ട്. 2 പേർക്കും ചെണ്ട നിർമ്മിക്കുന്നതിൽ താല്പര്യം? അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. താല്പര്യമുള്ള അപ്പൊ ഇനിയുള്ള തലമുറയും അതിലേക്ക് വരും തന്നെയാണ് ചേട്ടൻ പ്രതീക്ഷിക്കുന്നത്? അവർക്ക് താല്പര്യക്കുറവില്ല. നമ്മള്
വെക്കേഷൻ സമയത്തൊക്കെ അവർ നമ്മളെ സഹായിക്കാറുണ്ട്. ഈ തൊഴില് ചേട്ടൻ ഒരു കുലത്തൊഴിലായിട്ടാണോ അതിലും ഉപരി ഒരു വരുമാന മാർഗമായിട്ടാണോ ഇത് കാണുന്നത്? അല്ല, ഇതൊരു കുലത്തൊഴിൽ തന്നെയാണ്. നമ്മൾ ഈ വർക്കിന് ഒരു 10-300 വർഷം അച്ഛനായിട്ടും അച്ചാച്ചനായിട്ടും കൊണ്ടുവന്ന് പഠിച്ചതാണ്. അപ്പൊ ഞാൻ എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് ഇറങ്ങി. പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വന്നത് ഈ കൊറോണ സമയത്താണ് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ളൂ. ഏതെല്ലാം സ്ഥലങ്ങളിലേക്കാണ് ഈ ചെണ്ട ഏറ്റവും കൂടുതലായിട്ട് കൊടുത്തേക്കാറുള്ളത്? ഇപ്പൊ കുറച്ചായിട്ട് നമ്മുടെ കൂടുതൽ പോണ ഗൾഫ് രാജ്യങ്ങളില്ല. അപ്പൊ അവിടെയാണ് ഇപ്പൊ നമ്മുടെ കേരളം പോലെ അവിടെയും ചെണ്ട തൃശ്ശൂർ ഉത്സവം സ്റ്റാർട്ട് ചെയ്ത കാരണം അവിടെ ഇപ്പൊ ചെണ്ടയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ്. പിന്നെ ഏറ്റവും കൂടുതൽ പിന്നെ ശിങ്കാരിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ചെണ്ട. മറ്റേ മേളക്കാർക്ക് അധികം വേണ്ട. ശിങ്കാരിക്കാർക്ക് വാടകയും കാരനാണ് മൂവിങ് കൂടുന്നത്. പിന്നെ നമ്മള് പ്രഗത്ഭന്മാര് കൊടുക്കുന്ന മട്ടൻ ശങ്കരകുട്ടിമാരുണ്ട്, പരിമളം കുട്ടികളുണ്ട്, പിന്നെ കക്കൻ രാജപ്പന്, അങ്ങനെ ഒരുപാട് വലിയ വലിയ കലാകാരന്മാർക്ക് എല്ലാവർക്കും നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്നു. ഏറ്റവും സന്തോഷം തോന്നി ഒരാൾക്ക് കൊടുത്തതിൽ ഏറ്റവും അഭിമാനം തോന്നിയ ഒരു വ്യക്തി ആരായിരിക്കും? അത് കക്കാട് രാജപ്പനാണ്. അതെന്താണ് കാരണം? അല്ല, ആൾക്ക് ആളച്ഛനായിട്ട് ഉള്ള നമ്മുടെ തന്നെ വാങ്ങുന്നത് ഇപ്പം തുടർന്ന് പോകുന്നുണ്ട്. പക്ഷെ ആൾക്കനുസരിച്ച് പെട്ടെന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് ഓക്കെയാണ്. ആള് വേറെ മറത്തൊന്നും പറയില്ല. ക്ലിക്കായി പറഞ്ഞ ഒരു സന്തോഷം. പിന്നെ കല്യൂർ പ്രകാശൻ നമ്മൾക്ക് അഭിപ്രായങ്ങൾ പറഞ്ഞു തരും. ഇത് ശരിയായില്ലെങ്കിൽ ആയില്ല, പക്ഷെ ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല, ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അങ്ങനെ വീണ്ടും അപ്പൊ ഇൻട്രസ്റ്റ് ആണ് നമുക്ക് പണിയെടുക്കാൻ. ഓർഡർ അനുസരിച്ചിട്ടാണോ? ഓർഡർ അനുസരിച്ചിട്ടാണ്. നമ്മള് പിന്നെ അങ്ങനെ പലക്കാരും ഉണ്ടാക്കി വെക്കാറുണ്ട്. പെട്ടെന്ന് ആൾക്കാർ ഓടി വന്നു കഴിഞ്ഞാൽ കൊടുക്കും. പക്ഷെ ഓർഡർ എത്തിച്ച് ഓരോരുത്തർക്ക് 9:15 ഉണ്ട്. സ്റ്റാർട്ടിങ് 8:30, 8:45, 9, 9:15, 9:15, പിന്നെ 9:30 ലാസ്റ്റ് വരുന്നത്. അത് അധികമില്ല. 9:15, 9:15 ഏറ്റവും കൂടുതൽ മൂവി. ചെണ്ടകളിലെ എടന്തല വലന്തല എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അതെന്താണ്? എടന്തല പറഞ്ഞാൽ നമ്മൾ ഉരുട്ടിയേണ്ട പറയും എടന്തല. വലന്തല ബാക്കിൽ നിൽക്കുന്ന ഒറ്റ കോലുകൊണ്ട് കൊട്ടുന്നതാണ് വലന്തല. മേളത്തിന് കൊട്ടുന്ന ചെണ്ടകളും ശിങ്കാരി മേളത്തിന് കൊട്ടുന്ന ചെണ്ടകളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം? നല്ല വ്യത്യാസമുണ്ട്. മേളത്തിന് ആകുമ്പോ 9:15 വ്യത്യാസം, മറ്റേ 8:45. വ്യാസങ്ങൾക്ക് വ്യത്യാസമുണ്ട്. 8:45 കുറച്ച് കനം കുറയണം. 9:15 കുറച്ച് കനം കൂടുന്തോറും ബാസ് അകലേക്ക് നന്നായിട്ട് പാസ്സാവും. ഈ കനം കുറയുമ്പോ ആ ഇഷ്ടപ്പെട്ടത് പോലെ ഒരു തിന്നു പോലെ സൗണ്ട് ആയിരുന്നു. ശിങ്കാരിക്കാർക്ക് അത് മതി. ഈ രണ്ട് ചെണ്ട ഉണ്ടാക്കുമ്പോഴും പണികൾ കൂടുതൽ ഒരു ചെണ്ടയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഒരു ഒറ്റ പണി തന്നെ വരുന്നേ. പണിനൊന്നും വ്യത്യാസമില്ല. നമ്മള് ചെയ്യുന്ന വർക്കില് കനം കുറയ്ക്കുക, കനം കൂട്ടുന്നൊക്കെ നമ്മള് പണിയിൽ ചെയ്യുന്നതാണ്. ചേട്ടൻ ഈ ചെണ്ടയുടെ ഓർഡർ ഒക്കെ എടുക്കുമ്പോ എങ്ങനെയാണ് അവര് വിളിക്കാറാണോ പതിവ്? എങ്ങനെയാണ് അവര് നേരിട്ട് വന്നിട്ടാണോ? എങ്ങനെയാണ് ഓർഡർ എടുക്കാറുള്ളത്? ആദ്യ കാലത്തൊക്കെ അവര് നമ്മൾ ഫോൺ സൗകര്യം ഇല്ലാത്ത സമയത്തൊക്കെ എല്ലാവരും നേരിട്ട് അല്ലെങ്കിൽ ലെറ്റർ എഴുതി തരുന്നു. ഇപ്പൊ ഫോൺ സൗകര്യം എല്ലാവരും ഫോൺ വിളിക്കാം. അപ്പൊ എല്ലാവരും അറിയാവുന്ന ആൾക്കാർ ഓരോരോ കെയർ ഓഫില് കണ്ട് വിളിച്ച് പറയും. അഡ്വാൻസ് നമുക്ക് അഡ്വാൻസിന്റെ വിഷയമില്ല. ചിലർക്ക് അഡ്വാൻസ് തന്നാലാണ് ഉണ്ടാവുള്ളൂ എന്നുള്ളതുണ്ട്. ചിലപ്പോ അവർ നേരിട്ട് വരും. കഴിയുന്നതും ഫോൺ വിളി തന്നെ. ചെണ്ട അല്ലാതെ വേറെ ഏതെങ്കിലും വാദ്യോപകരണങ്ങള് ചേട്ടൻ ചെയ്യാറുണ്ടോ? ചെണ്ടയും പിന്നെ ഇടയ്ക്ക ചെയ്യുന്നുണ്ട്, തീമല ചെയ്യുന്നുണ്ട്. ചെണ്ട നിർമ്മിക്കുമ്പോ എന്തെങ്കിലും വ്രതം എടുക്കുക അങ്ങനെ എന്തെങ്കിലും ആചാരങ്ങളുണ്ടോ? വ്രതം എടുക്കുക നല്ലതെന്ന് വെച്ചാൽ നമ്മളാദ്യം കുളിക്കാതെ നമ്മൾ ഇതിന് മുകളിൽ പണിയിരിക്കുന്നത് വരില്ല. കുളിച്ച് അത് വിളക്കൊക്കെ വെച്ച് ഭഗവാനത്തെ തൊഴുത് പിന്നെ നമ്മളിരിക്കും. പിന്നെ നമ്മൾ ചെണ്ട കൊടുക്കുമ്പോൾ നമ്മളൊരു ആൾ കൊടുക്കുമ്പോൾ ഒരു ദക്ഷിണയായിട്ട് വന്നു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു കോയിനായാലും മതി. ചിലപ്പോൾ GPay കാരണം എല്ലാവരും ദക്ഷിണ പരിപാടിയില്ല. അപ്പൊ ഞാൻ പറയും ഒരു അണയിലും തന്നു കഴിഞ്ഞാൽ മതി. ചേട്ടാ, ഈ തോലൊക്കെ ഉണക്കാനായിട്ട് എത്ര സമയം പിടിക്കുക? എത്ര ദിവസം എടുക്കുക? തോല് ഉണക്കാൻ 2 ദിവസം. 2 ദിവസം. നല്ല വേനൽക്കാലമായ 2 ദിവസം മതി. ഇപ്പത്തെ ഈ കാലത്ത് 3 ദിവസം വേണം. ഈ മഴക്കാലൊക്കെ കഴിഞ്ഞാൽ. പക്ഷെ മഴ പെയ്ത് കഴിഞ്ഞാൽ 1 ദിവസം മഴ ഫുള്ളായി കഴിഞ്ഞാൽ തോല് നാശമായി. അത് കൊണ്ടുത്തി കുളിച്ചാൽ പറ്റും. അപ്പൊ പേടിച്ചിട്ടാണ് ഈ മഴക്കാലത്ത് നമ്മൾ തോലെടുക്കുക. ഈ ചെണ്ട നിർമ്മിക്കുന്നത് കാണാനായിട്ട് വിദ്യാർത്ഥികളൊക്കെ വരാറുണ്ട്? ഉണ്ട്. സ്കൂളിൽ നിന്ന് പിന്നെ നമ്മളെ ഈ തേജസ് എഞ്ചിനീയറിംഗ് കോളേജിൽ വരാറുണ്ട്. അവർക്ക് ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടി പഠനം വേണ്ടി. അതുകൊണ്ടാണ് നമുക്കൊരു ഒന്നല്ലേ ആദ്യകാലത്ത് ആരും ഇങ്ങനെ ചെണ്ടപ്പണിക്കാർക്ക് ഇപ്പോഴും നമ്മളെ ശരിക്കും ഗവൺമെന്റ് അറിയില്ല. അതാണ് സത്യം. ഈ വാദ്യങ്ങൾ എല്ലാ ആൾക്കാർക്കും ഞങ്ങളൊക്കെ ചെണ്ട നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. ഞങ്ങള് പെരുകൊല്ലന്മാരാ.
ഈ കൊല്ലന്മാരൊന്നൊരു നമ്മുടെ ഒരു ഗവൺമെന്റ് അറിയപ്പെടുന്നില്ല. അതൊരു ഭയങ്കര സങ്കടകാര്യം. അത് നമ്മളൊരു വില്ലേജിൽ പോയ നമ്മുടെ കാസ്റ്റ് വെച്ച പെരുങ്കൊല്ലം എന്ന് പറഞ്ഞ അങ്ങനെ ജാതി ഉണ്ടോ? അതാണ് ചോദ്യം. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ എന്തെങ്കിലും ലഭിക്കാറുണ്ടോ? ഇല്ല, ഇതുവരെ നമുക്ക് സർക്കാർ നമ്മളെ അറിയുന്നില്ല. ചെണ്ട നിർമ്മാണിക്കുന്ന ആൾക്കാരെ ആരും പരിഗണിച്ചിട്ടില്ല. പക്ഷെ ചെണ്ട പൊട്ടുന്ന ആൾക്കാർക്ക് ആദരവും എല്ലാം നൽകുന്നുണ്ട്. പക്ഷെ ഈ ചെണ്ട നിർമ്മാണക്കാരനെ ആരും ഗവൺമെന്റ് അറിയില്ല. ശരിക്കും നമ്മുടെ ജാതി തന്നെ ഗവൺമെന്റിന് അറിയില്ല. ഞങ്ങളുടെ ജാതി പെരുങ്കൊല്ലന്മാരാ. അതൊരു സങ്കടമുണ്ട്. ഇത് ശരിക്കും ഈ വെള്ളറക്കാട് നിന്നാണ് പ്രഗത്ഭന്മാരായ ആൾക്കാർക്ക് ചെണ്ടപട്ടം കൊടുക്കുന്നത്. ചേട്ടന് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് സ്വീകരണ അങ്ങനെ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? നാട്ടുകാർ അല്ല, അവരുടെ സഹകരണം ഉണ്ട്. അവരുടെ സഹകരണം കൊണ്ട് നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാനും പറ്റുന്നത്. പിന്നെ പുറമെന്ന് നമുക്കൊരു തക്കാട് ക്ഷേത്രകലയിൽ ഒരു പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ചേട്ടൻ എവിടെ നിന്നാണ് ഈ തോലൊക്കെ എടുക്കാറുള്ളത്? തൃശ്ശൂർ ഒല്ലൂര് പറഞ്ഞു. ആദ്യ കാലത്ത് നമ്മൾ അവിടെ പോയി എടുക്കായിരുന്നു. ഇപ്പൊ അവര് തന്നെ ഇവിടെ എത്തിച്ചു തരുന്നുണ്ട്. ഈ തോല് കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് എന്തെങ്കിലും നേരിടാറുണ്ട്? തോലുണ്ട്, പക്ഷെ നല്ല തോല് നമുക്ക് പറ്റില്ല. നല്ല തോല് സാധിച്ചപ്പോ ഇപ്പൊ നല്ല തോല് കിട്ടുന്നില്ല. പക്ഷെ എന്ന് വെച്ചാൽ ഒരുപാട് ഇപ്പൊ പുളികളൊക്കെ ഹിന്ദിക്കാരായി. അങ്ങനെ കത്തിപ്പാടുകള് ഇങ്ങനെ ഒരു ഇതുമുരുകണ്ട ഇങ്ങനെ ഒരു പാടുകൾ വീണ് കഴിഞ്ഞാൽ നമുക്ക് ചെണ്ടയ്ക്ക് പറ്റില്ല. അപ്പൊ ഈ തോലുകള് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ എങ്ങനെയാണ് അത് നല്ല തോലായിട്ട് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാനൊക്കെ സാധിക്കും? നമുക്കൊരു തോലിനെ നമ്മളിങ്ങനെ പിടിച്ചു നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കൈക്ക് അറിയാം, ഇത് നല്ല തോലാന്ന് നമുക്കറിയാം. ഓരോ തോലിനെ പിടിച്ചു നോക്കിയാൽ നമുക്ക് ഇത് നല്ല തോല് നോക്കിയാൽ പറയാം. പല്ലെന്ന് വെച്ചാൽ നമ്മള് ഈ തോലിനെ കണ്ടാലും മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഈ തോലിന് കുറെ കാല എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും അങ്ങനെ. ഇന്നത്തെ തലമുറ കേൾക്കുന്ന ഓരോ ചെണ്ടമേളത്തിന്റെയും പിന്നിൽ നിശബ്ദമായി ജീവൻ തുടിക്കുന്ന ഓരോ കലാകാരന്മാരുടെയും കരങ്ങളുണ്ട്. ഇതൊരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു.